സാമ്പത്തികമായി തകർന്നടിഞ്ഞ പാകിസ്ഥാൻ അമേരിക്കയ്ക്ക് ഒരു വലിയ തലവേദനയാകുന്നു എന്ന് US നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ തുളസി ഗബ്ബാർഡിന്റെ റിപ്പോർട്ട്. ഇതിനർത്ഥം പാകിസ്ഥാൻ അമേരിക്കയെ നേരിടാൻ തക്കവണ്ണം ഒരു സൈനിക ശക്തിയായി വളർന്നു എന്നല്ല, മറിച്ച് മതതീവ്രവാദത്തിന്റെ പിടിയിലുള്ള ഒരു അസ്ഥിര രാജ്യത്തിന്റെ കൈവശം ആണവായുധങ്ങൾ ഉണ്ട് എന്ന യാഥാർത്ഥ്യമാണ് അമേരിക്കയെ ഇപ്പോൾ ഭയപ്പെടുത്തുന്നത്. അമേരിക്കൻ സെനറ്റിന് മുമ്പാകെ നൽകിയ റിപ്പോർട്ടിൽ അമേരിക്കയ്ക്ക് ഏറ്റവും വലിയ ആണവ ഭീഷണി ഉയർത്തുന്ന രാജ്യങ്ങളുടെ കൂട്ടത്തിലാണ് പാകിസ്ഥാനെ തുളസി ഗബ്ബാർഡ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്വന്തം രാജ്യത്ത് ജനങ്ങൾക്ക് ദൈനംദിന ചെലവുകൾക്ക് പോലും വകയില്ലാത്തപ്പോഴും അമേരിക്കൻ മണ്ണിൽ വരെ നേരിട്ട് ആക്രമണം നടത്താൻ പ്രഹരശേഷിയുള്ള ICBMകൾ വികസിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് പാകിസ്ഥാൻ എന്ന് ഇന്റലിജൻസ് മേധാവി വ്യക്തമാക്കുന്നു. ഇറാനെയും ഉത്തര കൊറിയയും പോലെ ലോകത്തിന് നിരന്തരം ശല്യമുണ്ടാക്കുന്ന ഒരു തെമ്മാടി രാജ്യമായിട്ടാണ് അമേരിക്ക ഇപ്പോൾ പാകിസ്ഥാനെയും കണക്കാക്കുന്നത് എന്ന് തുളസി ഗബ്ബാർഡിന്റെ വാക്കുകളിൽ നിന്ന് വളരെ വ്യക്തമാണ്. അമേരിക്കയെ ലക്ഷ്യമിട്ടുള്ള ശത്രു രാജ്യങ്ങളുടെ മിസൈലുകളുടെ എണ്ണം നിലവിലെ 3000-ൽ നിന്ന് 2035ഓടെ 16,000-ആയി കുതിച്ചുയരുമെന്നാണ് വിലയിരുത്തൽ. ഉത്തര കൊറിയ 2025-ൽ മാത്രം $2 ബില്യൺ ക്രിപ്റ്റോ കറൻസി മോഷ്ടിച്ചാണ് തങ്ങളുടെ ആയുധ പദ്ധതികൾക്ക് പണം കണ്ടെത്തുന്നത്. അതേസമയം 2025 ജൂൺ മാസത്തിൽ തന്നെ ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ പദ്ധതി അമേരിക്ക പൂർണ്ണമായും ഇല്ലാതാക്കിയെന്നും ഈ റിപ്പോർട്ടിലുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് അസ്ഥിരമായ പാകിസ്ഥാന്റെ പക്കലുള്ള മിസൈൽ ആണവ പദ്ധതികളെയും അമേരിക്ക ഒരു പ്രധാന ഭീഷണിയായി കാണുന്നത്. ഒരു കാലത്ത് അമേരിക്കയുടെ സഖ്യകക്ഷികളായിരുന്ന പാകിസ്ഥാനെ ഇപ്പോൾ റഷ്യയ്ക്കും ചൈനയ്ക്കും ഒപ്പമുള്ള അമേരിക്കൻ വിരുദ്ധ ചേരിയിലാണ് ട്രംപ് ഭരണകൂടം കാണുന്നത്. പാകിസ്ഥാൻ ഒരു വലിയ സൈനിക ശക്തി ആയതുകൊണ്ടല്ല അമേരിക്ക ഇത്തരമൊരു നിലപാടെടുക്കുന്നത് എന്ന് പ്രത്യേകം മനസ്സിലാക്കണം. മറിച്ച് തീവ്രവാദികൾക്ക് എളുപ്പത്തിൽ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു ഭരണകൂടത്തിന്റെ പക്കൽ ആണവായുധങ്ങൾ ഇരിക്കുന്നത് വലിയ അപകടമാണെന്നുള്ള തിരിച്ചറിവുള്ളത് കൊണ്ടാണ്. ചുരുക്കത്തിൽ സാമ്പത്തികമായി തകർന്നടിഞ്ഞ ഭീകരവാദത്തിന് വിദേശ നയമായി കൊണ്ടു നടക്കുന്ന പാകിസ്ഥാൻ എന്ന ഉത്തരവാദിത്തമില്ലാത്ത ഒരു രാജ്യത്തിന്റെ കയ്യിലെ ആണവായുധങ്ങൾ അമേരിക്കയ്ക്ക് പോലും ഭീഷണിയാകുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നാണ് ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക്.